ഹായ്, ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാർവൽ ഫാൻസായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അയൺമാൻ 1 മൂവിയിലെ മാർക്ക് 1 ആർക്ക് റിയാക്ടറിൻ്റെ ഒരു ജസ്റ്റ് നമുക്ക് വീട്ടിലുള്ള സ്ക്രാപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്കൊരു മാർക്ക് റിയാക്ടർ ഉണ്ടാക്കിയത് കേട്ടോ. ഫിനിഷ് ചെയ്ത പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം ഞാനത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും ഞാൻ ഉപയോഗിച്ച സ്ക്രാപ്പ് മെറ്റീരിയൽസ് എന്താണെന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഒന്നുള്ളത് നമ്മളെ LED ലൈറ്റ് സ്ട്രിപ്പാണ്. ഇത് നോർമലി എല്ലാ കടയിലും കിട്ടുന്നതാണ്, നാട്ടിലെല്ലാം. പിന്നെ കേബിൾ ടൈ ഉണ്ട്. പിന്നെ പഴയൊരു ബൾബിൻ്റെ ഒരു പൊട്ടി സംഭവമുണ്ട്. അത് നിർബന്ധമല്ല, നമുക്കത് ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് കോയിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗാരേജിൽ നിന്ന് അവർ യൂസ് ചെയ്യാതെ കളഞ്ഞൊരു ഇതിൻ്റെ ആർമറച്ചറിനുള്ളെന്ന് ഞാൻ ആ ആർമറച്ചർ അങ്ങനെ എടുത്തു പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഗ്ലൂ സ്റ്റിക്കാണ് ആർക്ക് റിയാക്ടറിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ആ ലൈറ്റ് കത്തുന്ന ആ ഒരു ഇതാകുന്നത്. ബാറ്ററി ഉണ്ട്, സോൾഡറിങ് അയണുണ്ട്, ഹോട്ട് ഗ്ലൂ ഗണ്ണുണ്ട്, മറ്റേ സോൾഡറിങ് സെറ്റാണ്. പിന്നെ ഈ ഒരു അടപ്പ് എന്തിനാ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ, കാരണം ഇത് വളരെ സ്റ്റിഫായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതൊന്ന് ആ ഒരു ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പാത്രം യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പറിൻ്റെ കഷ്ണങ്ങളുണ്ട്, 6 പീസ് ഉണ്ട്. അത് ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഏത് ഗ്ലൂ സ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ സർക്കംഫറൻസ് എത്രയാണോ അതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. ഈ ഗ്ലൂ സ്റ്റിക്കിൻ്റെ സർക്കംഫറൻസ് വെച്ചിട്ടാണ് ഈ ലെങ്ത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഒരു കട്ടറുണ്ട്, ഒരു സ്പ്രേ പെയിൻ്റ് ഉണ്ട്, ബ്ലാക്ക് കളർ. അതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മളുടെ കേബിൾ ടൈ എനിക്ക് ബ്ലാക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അത് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റിൽ നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. ഇത് വളരെ ഹോട്ട് ഗ്ലൂ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാൻ എൻ്റെ ഒരു ബ്ലോ ഡ്രയർ ഉണ്ട്. ഞാൻ അത് വെച്ചിട്ട് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ചൂടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ആദ്യം ഇതിനുള്ളിലൊക്കെ പതുക്കെ ഒന്ന് ഇങ്ങനെ സെറ്റാക്കി വെക്കാം. നല്ല സ്റ്റിഫാട്ടോ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ, അടിപൊളി, അത് തെറിച്ച് പോയി. ഈ ഒരു ലെങ്ത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിത് ഇതിനുള്ളിൽ വെച്ചിട്ട് ചൂടാക്കാൻ ഉദ്ദേശിക്കുന്ന റൗണ്ടായി കിട്ടാൻ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലേക്ക് അത് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഹോട്ട് ഗ്ലൂ കൊണ്ട് ചേർന്ന് ശരിക്കും ആ റൗണ്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കത് സെറ്റായിട്ടുണ്ടോ നോക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ആർക്ക് റിയാക്ടർ ഉണ്ടാക്കാനുള്ള റൗണ്ട് ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ളിലേക്ക് കൊടുക്കാൻ LED ലൈറ്റ് സ്ട്രിപ്പാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് അകത്ത് കൊടുക്കാനും വലിയ സ്ട്രിപ്പ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണക്ഷനുള്ള ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലൂടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ലൈറ്റ് ഇതിനുള്ളിൽ അകത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് നമുക്ക് ഏകദേശം ഒന്ന് നോക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു സൈസ് തന്നെ വേണ്ടത്. മറ്റേതിൻ്റെ ഡബിൾ സൈസ്. അപ്പോൾ
നമുക്ക് 2 പീസ് ലൈറ്റാണ്, ഒരെണ്ണം ഇതിനും ഒരെണ്ണം ഇതിനും. അപ്പോൾ ഇനി ഇത് നമുക്ക് തൽക്കാലം ഇത് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്കുള്ള വയറിൻ്റെ കണക്ഷൻ കൊടുക്കണം, ലൈറ്റ് കത്തുണ്ടോ നോക്കണം. അപ്പോൾ അടുത്തിട്ട് നമുക്കിനി സോൾഡറിങ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് സ്ട്രിപ്പിൻ്റെ കണക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കത്തുന്നതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓക്കെയാണ്. ഓക്കെ, ഇത് രണ്ടും ഓക്കെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ഈ ലൈറ്റ് ഇതിനകത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് നോക്കാം. ടാഗ്സ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആർക്ക് റിയാക്ടറിൻ്റെ മേലെ ആ ടാഗും അതേപോലെ ഈ പേപ്പറിൻ്റെ പീസുകളും ഫിക്സ് ചെയ്യാം. നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഇനി എന്താണെന്ന് വെച്ചാൽ മൊത്തം നമ്മളെടുത്ത് വെച്ച ഈ 6 പീസ് പേപ്പറും അതേപോലെ ടാഗ്സും ഈ വയറുള്ളിൽ വരുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഫുൾ ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മളത് ഫുൾ സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മാക്സിമം എല്ലാം ഒരേ സൈഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ ചില തെറ്റിപ്പോയിട്ടുണ്ട്. ഒരേ സൈഡിലാകുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന പീസുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും തുടരാം. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കോയിൽ വയറെടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഈ ഗ്യാപ്പിൽ ഇവിടുത്തൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സൈഡ് വെച്ചിട്ട് നമുക്കത് വൈൻഡ് ചെയ്ത് തുടങ്ങാം. നന്നായിട്ട് അടുപ്പിച്ച് വൈൻഡ് ചെയ്യാം, അപ്പോഴേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മളൊരു സൈഡ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള സൈഡ്സും കൂടെ ചുറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ പാർട്ട് ഫുള്ളായിട്ട് വൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒരു ഹോൾഡർ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മറ്റേ ലൈറ്റ് ഞാൻ ഇതിനുള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർക്ക് റിയാക്ടർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാം, കത്തുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അയൺമാൻ മൂവിലുള്ള പോലെ നമുക്കിത് ബ്യൂട്ടിഫൈ ചെയ്തെടുക്കാം. കാരണം ആ ഫിലിമിൽ ഇങ്ങനെ ഒരു ലെയർ സോൾഡർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നമുക്ക് ഒരു എക്സ്ട്രാ ലെയർ കൊടുത്തിട്ട് പിന്നെ അതേപോലെ ഈ ഒരു സംഭവം കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മാക്സിമം ആ മൂവിയിലുള്ള പോലെ ആക്കിയെടുക്കാൻ ശ്രമമാണ്. അപ്പോൾ ഇനി ഞാനതൊന്ന് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ സംഭവം കട്ട് ചെയ്ത് വന്നപ്പോഴേ സംഭവം ചെറുതായിട്ടൊന്ന് പാടി. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് കട്ട് ചെയ്തിട്ട്
നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം സെൻറ്റർ, ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ ജസ്റ്റ് എന്താ പറയുക, 2 പീസ് ഉള്ളിൽ വെച്ചൊരു ബ്ലാക്ക് ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ സോൾഡർ ചെയ്തിട്ട് ഇപ്പോൾ അത് പിടിക്കുന്നില്ല. പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് ഫുള്ള് ഞാൻ ഹോട്ട് ഗ്ലൂ കൊണ്ട് ചുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആർക്ക് റിയാക്ടറിൻ്റെ ഷേപ്പായിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കാം. വലിയ മോശമില്ല, കുട്ടികൾക്ക് കളിക്കാൻ തന്നെ ധാരാളം. നമുക്കിത് എന്താ ചെയ്യുക, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മാർക്ക് 1 ആർക്ക് റിയാക്ടറിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, മാർവൽ ഫാൻസായ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സംഗതിയാണ്. വീട്ടിലുള്ള സ്ക്രാപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ബൈ.